Dear students, welcome to the class of Basics of Civil and Mechanical Engineering. In this class, we will discuss the topics Analysis of Diesel Cycle, then Sample Problems. First one, Analysis of Diesel Cycle. Diesel cycle is the ideal air standard cycle for compression ignition engine. ഡീസൽ സൈക്കിൾ എന്ന് പറയുന്നത് CI എഞ്ചിൻ, കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ്റെ ഐഡിയൽ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓട്ടോ സൈക്കിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ, പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ്റെ ഐഡിയൽ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളായിരുന്നു ഓട്ടോ സൈക്കിൾ. അതേപോലെ ഡീസൽ സൈക്കിൾ എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിൻ്റെ അല്ലെങ്കിൽ കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ്റെ ഐഡിയൽ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ. ഓക്കെ, അതിൽ 4 പ്രോസസ്സ് ഏതൊക്കെയാണ്? 4 ഇൻറ്റേർണലി റിവേഴ്സിബിൾ പ്രോസസ്സ് വരുന്നുണ്ട്. ഐസെൻട്രോപ്പിക് കംപ്രഷൻ, കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ, കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. 4 പ്രോസസ്സ്. റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിനെയാണ് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓൾറെഡി ഞങ്ങൾക്ക് അറിയാം അത്. ഓക്കെ, 4 പ്രോസസ്സ് ഏതൊക്കെയാണ്? 2 ഐസെൻട്രോപ്പിക് പ്രോസസ്സ്, ഒന്ന് കംപ്രഷനാണ്, ഒന്ന് എക്സ്പാൻഷനാണ്. ഇവിടെ ഹീറ്റ് ആഡ് ചെയ്യുന്നത്, ഡീസൽ സൈക്കിളിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നത് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. ഓട്ടോ സൈക്കിൾ എങ്ങനെ കണ്ട സമയത്ത് അവിടെ ഹീറ്റ് അഡീഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലായിരുന്നു ഓട്ടോ സൈക്കിളിൽ. ഡീസൽ സൈക്കിളിലോട്ട് വരുന്ന സമയത്ത് ഹീറ്റ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്. ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വോളിയം തന്നെ. ഓക്കെ, ഇതാണ് ഓട്ടോ സൈക്കിൾ ആൻഡ് ഡീസൽ സൈക്കിൾ തമ്മിലെ ഡിഫറൻസ്. ഹീറ്റ് അഡീഷൻ ഓട്ടോ സൈക്കിളിൽ കോൺസ്റ്റൻറ്റ് വോളിയത്തിലായിരുന്നു, ഡീസൽ സൈക്കിളിൽ കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് ഹീറ്റ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ PV ഡയഗ്രാം TS ഡയഗ്രാം അങ്ങനെ വരക്കാം. ഡീസൽ സൈക്കിളിൻ്റെ PV ഡയഗ്രാം TS ഡയഗ്രാം, പ്രഷർ വോളിയം അതേപോലെ ടെമ്പറേച്ചർ സ്പെസിഫിക് എൻട്രോപ്പി ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓരോ പ്രോസസ്സായിട്ട് നോക്കാം. ഫസ്റ്റത്തത് ഐസെൻട്രോപ്പിക് കംപ്രഷൻ. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. 1 എന്ന് പറയുന്നതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. പ്രോസസ്സ് 1, 2 എന്ന് പറയുന്നത് കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. കംപ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് കൂടും? പ്രഷർ കൂടും. ഓക്കെ, 1ലെ പ്രഷർ P1 ആണ്, 2ലെ പ്രഷർ എന്ന് പറയുന്നത് P2. കംപ്രസ് ചെയ്യുന്ന സമയത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്തു, വോളിയത്തിനെന്ന് സംഭവിച്ചു. ഓക്കെ, 1ലെ വോളിയം എന്ന് പറയുന്നത് V1 ആയിരുന്നു, 1ലെ വോളിയം. 2ലെ വോളിയം എന്ന് പറയുന്നത് V2. ഓക്കെ, കംപ്രഷനിൽ പ്രഷർ ഇൻക്രീസ് ചെയ്തു, വോളിയം ഡിക്രീസ് ചെയ്തു. ഓക്കെ, ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആയതുകൊണ്ട് TS ഡയഗ്രത്തിൽ അങ്ങനെ വരും. TS ഡയഗ്രത്തിൽ ഐസെൻട്രോപ്പിക് ലൈൻ വരക്കണമെങ്കിൽ അതൊരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും, കാരണം എക്സ് കോർഡിനേറ്റിൽ എൻട്രോപ്പിയാണ്. ഐസെൻട്രോപ്പിക് ആയിട്ട് പ്രോസസ് നടക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ വെർട്ടിക്കൽ ലൈൻ. ഇതാണ് പ്രോസസ്സ് 1, 2. അതിനുശേഷം ഹീറ്റ് ആഡ് ചെയ്യുന്നത് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. ശ്രദ്ധിക്കണം, 2 എന്നൊരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ്, ഹീറ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെ? ഇതാണ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ എന്ന് പറയുന്നത് 2, 3. ഓക്കെ, PV ഡയഗ്രത്തിലൊരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ Q in 2, 3. TS ഡയഗ്രത്തിൽ എങ്ങനെ കാണിക്കുക? ഹീറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, 2 to 3 പോകുന്ന സമയത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, ഇതാണ് T2. T3 എന്ന് വെച്ചാൽ ഈ ഒരു വാല്യൂ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, അതേപോലെ എൻട്രോപ്പിക്കും ഇൻക്രീസ് ഉണ്ടായി. പ്രോസസ് 2, 3 ആണ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ. P=C എന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് പ്രഷർ. ഓക്കെ, അതിനുശേഷം ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ. പ്രോസസ് 3, 4 എന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു? വോളിയം ഇൻക്രീസ് ചെയ്തു, പ്രഷർ ഡിക്രീസ് ചെയ്തു. ഓക്കെ, TS ഡയഗ്രത്തിൽ എങ്ങനെ കാണിച്ചിട്ടുണ്ട്? 3, 4 ആണ് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 4, എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. 4, കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. 4, ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ വോളിയം ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. ഒരു TS ഡയഗ്രത്തിൽ കോൺസ്റ്റൻറ്റ് വോളിയം ലൈൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈനെക്കാട്ടിയും സ്റ്റീപ്പർ ആയിരിക്കും. ഓക്കെ, 4, ആണ് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്നത്. PV ഡയഗ്രത്തിലായതുകൊണ്ട് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ് വെർട്ടിക്കൽ ലൈൻ. എവിടെ എത്തി? തിരിച്ച് 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ തന്നെ എത്തി. ഒരു തെർമോഡൈനാമിക് സൈക്കിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു സൈക്കിളിൻ്റെ പേരാണ് ഡീസൽ സൈക്കിൾ. ഓക്കെ, എവിടെയായാലും 4 to 1 ഇനീഷ്യൽ സ്റ്റേറ്റിൽ തന്നെ എത്തി. ഓക്കെ, ഇനി ഇതിൻ്റെ തെർമൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ അതാണ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബേസിക് ഇക്വേഷൻ എന്താണ്? നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ബൈ ഹീറ്റ് ഇൻപുട്ട്, അല്ലെങ്കിൽ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് ഇൻപുട്ട് ആൻഡ് ഹീറ്റ് ഔട്ട്പുട്ട്. ഓക്കെ, എല്ലാ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളും തെർമൽ എഫിഷ്യൻസിയുടെ സെയിം എക്സ്പ്രഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്.
ഇനി ഫോർ ഡീസൽ സൈക്കിൾ പെർ യൂണിറ്റ് മാസ് ഓഫ് എയർ, പെർ കിലോ യൂണിറ്റ് മാസ് ഓഫ് എയർ ആണ് നമ്മൾ എല്ലാ കാൽക്കുലേഷനും പോകുന്നത്. ഓക്കെ, ഹീറ്റ് സപ്ലൈഡ് ഡ്യൂറിങ് പ്രോസസ് 2-3 എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ് ഹീറ്റ് സപ്ലൈ. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതെന്തായിരിക്കും? ക്യൂ ഇൻ ഈസ് ഈക്വൽ ടു ഹീറ്റ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. എക്സ്പ്രഷൻ എന്ത് വരും? സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇത് പെർ കിലോഗ്രാം ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇവിടെ മാസം കൂടി എഴുതണം. പെർ കിലോഗ്രാം ആയതുകൊണ്ട് മാസം എഴുതുന്നില്ല. ഓക്കെ, ക്യൂ ഇൻ ഈസ് ഈക്വൽ ടു സി പി ഇൻറ്റു ഹയർ ടെമ്പറേച്ചർ മൈനസ് ലോവർ ടെമ്പറേച്ചർ. ഇവിടെ മാക്സിമം ടെമ്പറേച്ചർ എവിടെയാണ് വരിക? 3 എന്ന് പറഞ്ഞ പോയിന്റിലാണ്. ആഫ്റ്റർ ഹീറ്റ് അഡീഷനാണ് മാക്സിമം ടെമ്പറേച്ചർ വരിക. ഓക്കെ, T3 മൈനസ് T2. ഓക്കെ, സി പി ഇൻറ്റു T3 മൈനസ് T2 ചെയ്താൽ ഹീറ്റ് ഇൻപുട്ടായി. ഇനി ഹീറ്റ് റിജക്ഷൻ ഏത് പ്രോസസ്സിലാണ്? 4-1 കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിലാണ് ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യൂ ഔട്ട് ഈസ് ഈക്വൽ ടു സി വി സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇൻറ്റു T4 മൈനസ് T1. ശ്രദ്ധിക്കണം, ഒന്ന് സി പി ആണ്, അടുത്തത് സി വി ആണ്. ഇക്വേഷൻ നമ്പർ 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് തെർമൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താ എഴുതാം? നമുക്ക് ക്യൂ ഇന്നിൻ്റെ എക്സ്പ്രഷനും കിട്ടി, ക്യൂ ഔട്ടിൻ്റെ എക്സ്പ്രഷനും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈറ്റ ഡീസൽ ഈസ് ഈക്വൽ ടു 1 മൈനസ് ക്യൂ ഔട്ട് ബൈ ക്യൂ ഇൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് സി വി T4 മൈനസ് T1 ഡിവൈഡ് ബൈ സി പി T3 മൈനസ് T2. നമുക്ക് അഡിയാബാറ്റിക് ഇൻഡെക്സ് എന്താണെന്ന് അറിയാം. റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഡിവൈഡ് ബൈ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അതാണ് ഗാമ അഡിയാബാറ്റിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? സി പി ബൈ സി വി 1 ബൈ ഗാമ ഇവിടെ വരും, സി പി താഴെ ആയതുകൊണ്ട്. ഈറ്റ ഡീസൽ ഈസ് ഈക്വൽ ടു 1 മൈനസ് T4 മൈനസ് T1 ഡിവൈഡ് ബൈ ഗാമ ഇൻറ്റു T3 മൈനസ് T2. ഇക്വേഷൻ നമ്പർ 3. ഇനി നമ്മൾ ഇതിൻ്റെ T4, T3, T2 ഇതിനൊക്കെ റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് മുമ്പേ കുറച്ച് ടേംസ്, കംപ്രഷൻ റേഷ്യോ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഓട്ടോ സൈക്കിൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്രഷൻ റേഷ്യോ വോളിയം ബിഫോർ കംപ്രഷൻ, ഇതാണ് വോളിയം ബിഫോർ കംപ്രഷൻ V1 ദാറ്റ് ഡിവൈഡ് ബൈ വോളിയം ആഫ്റ്റർ കംപ്രഷൻ എന്ന് പറയുന്ന V2, അതാണ് കംപ്രഷൻ റേഷ്യോ. ഇനി കട്ട് ഓഫ് റേഷ്യോ പുതിയ ടേമാണ് ഡീസൽ സൈക്കിളിലെ. വോളിയം ആഫ്റ്റർ ഹീറ്റ് സപ്ലൈ ബൈ വോളിയം ബിഫോർ ഹീറ്റ് സപ്ലൈ. ഇതാണ് ഹീറ്റ് സപ്ലൈ നടക്കുന്ന പ്രോസസ്സ്. വോളിയം ആഫ്റ്റർ ഹീറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ 3 കറസ്പോണ്ടിങ് വോളിയം. ഓക്കെ, V3 ഡിവൈഡ് ബൈ വോളിയം ബിഫോർ ഹീറ്റ് സപ്ലൈ എന്ന് പറഞ്ഞത് V2. ഈ പോയിന്റ് 3നെ കട്ട് ഓഫ് പോയിന്റ് എന്ന് പറയും. ഹീറ്റ് സപ്ലൈ എൻഡ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ കട്ട് ഓഫ് പോയിന്റ് എന്ന് പറയും. ഓക്കെ, ഇനി എക്സ്പാൻഷൻ റേഷ്യോ അതങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വോളിയം ഇതാണ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഓക്കെ, വോളിയം ആഫ്റ്റർ എക്സ്പാൻഷൻ ഡിവൈഡ് ബൈ വോളിയം ബിഫോർ എക്സ്പാൻഷൻ. വോളിയം ആഫ്റ്റർ എക്സ്പാൻഷൻ എന്താണ്? V4. ഓക്കെ, ഈ ഒരു വോളിയം V4 ഡിവൈഡ് ബൈ V3 അതാണ് എക്സ്പാൻഷൻ റേഷ്യോ RE. തമ്മിലെ റിലേഷൻ കംപ്രഷൻ റേഷ്യോ കട്ട് ഓഫ് റേഷ്യോ റോ, അതേപോലെ എക്സ്പാൻഷൻ റേഷ്യോ RE തമ്മിലെ റിലേഷൻ കംപ്രഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു കട്ട് ഓഫ് റേഷ്യോ ഇൻറ്റു എക്സ്പാൻഷൻ റേഷ്യോ. നിങ്ങൾക്ക് വോളിയത്തിൻ്റെ റേഷ്യോ എടുത്തിട്ട് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ടെമ്പറേച്ചർ ഓരോ ടെമ്പറേച്ചറിന് T1ൻ്റെ ടേംസിലോട്ട് എഴുതാൻ വേണ്ടി പോവുകയാണ്. ആദ്യം പ്രോസസ് 1-2 എന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യുക? അഡിയാബാറ്റിക് റിലേഷൻ യൂസ് ചെയ്യുന്നത്, ടെമ്പറേച്ചർ വോളിയം റിലേറ്റ് ചെയ്യുന്ന അഡിയാബാറ്റിക് റിലേഷൻ എന്താ? T(v)(γ-1) ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അത് പ്രോസസ് 1-2 അപ്ലൈ ചെയ്താൽ T1(v1)(γ-1) ഈസ് ഈക്വൽ ടു T2(v2)(γ-1). ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? T2 എന്നിട്ട് എക്സ്പ്രഷൻ ഞാൻ എഴുതുന്നു. ഓക്കെ, ഇതിൽ V1/V2 എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ 6 ആണ്. അങ്ങനെയാണെങ്കിൽ T2 എന്ത് എഴുതാൻ വേണ്ടി പറ്റും? T2 ഈസ് ഈക്വൽ ടു T1 ഇൻറ്റു R(γ-1) T2 ഈസ് ഈക്വൽ ടു T1 ഇൻറ്റു R(γ-1). ഇക്വേഷൻ നമ്പർ 4. ഇനി അടുത്ത പ്രോസസ്സ് 2-3 കൺസിഡർ ചെയ്യുന്നത്. 2-3 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. അഡിയാബാറ്റിക് അല്ല, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. അതിൻ്റെ PVT റിലേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? V/T ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ V2/T2 ഈസ് ഈക്വൽ ടു V3/T3 എന്ന് കിട്ടും. അതിൽ നിന്ന് T3യുടെ എക്സ്പ്രഷൻ എന്ത് കിട്ടും? T3 ഈസ് ഈക്വൽ ടു T2 ഇൻറ്റു V3/V2. ഇതിൽ V3/V2 എന്ന് പറയുന്നത് കട്ട് ഓഫ് റേഷ്യോ റോ ആണ്. അതേപോലെ T2 നമ്മൾ ഓൾറെഡി ഇക്വേഷൻ നമ്പർ 4 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ എന്ത് കിട്ടും? T3 ഈസ് ഈക്വൽ ടു T1 R(γ-1). അത് T2ൻ്റെ എക്സ്പ്രഷൻ ആയിരുന്നു ഇക്വേഷൻ നമ്പർ 4 കണ്ടുപിടിച്ചത് ഇൻറ്റു റോ. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 5. ഇനി ഐസെൻട്രോപ്പിക് പ്രോസസ്സ് 3-4 കൺസിഡർ ചെയ്യുന്നത്. 3-4 എന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. അത് കൺസിഡർ ചെയ്യുന്നത്
അതിനെ ഞാൻ ടെമ്പറേച്ചർ വോളിയം റിലേഷൻ ഐസെൻട്രോപ്പിക് ആണ് അഡിയബാറ്റിക് റിലേഷൻ യൂസ് ചെയ്യുന്നത്. ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. പ്രോസസ് 3-4 ആവുന്ന സമയത്ത് എക്സ്പ്രഷൻ ഇങ്ങനെ വരും. ഓക്കെ, അതിൽ നിന്ന് T4/T3 എന്ത് എഴുതാൻ വേണ്ടി പറ്റും? V3/V4 റേസ് ടു ഗാമ മൈനസ് 1. ഇതിൽ ഈ വോളിയം, ഇത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ V1ഉം V4ഉം സെയിം ആണ്. ഈ V4ൻ്റെ സ്ഥാനത്ത് ഞാൻ V1 എഴുതി. ഓക്കെ, അതുകൊണ്ട് T4/T3 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? V3/V1 റേസ് ടു ഗാമ മൈനസ് 1 എഴുതാം. ഓക്കെ, ഇനി ഈ ഒരു ടേം മാത്രം കൺസിഡർ ചെയ്യുക. ഞാൻ V2/V2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ടേമിനെ V2/V2 ആക്ച്വലി 1 ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ വ്യത്യാസം വരുമല്ലോ. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാലോ? V3/V2 ഇൻറ്റു V2/V1. ഈ രണ്ട് V2 ക്യാൻസൽ ചെയ്താൽ V3/V1 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇതിനങ്ങനെ മാറ്റി ചെയ്യുന്നത് നമുക്കറിയാം. V3/V2 എന്ന് പറയുന്നത് കട്ട് ഓഫ് റേഷ്യോ ആണ്, റോ. അതേപോലെ V1/V2, ഇവിടെ V2/V1 ആയത്. V1/V2 എന്ന് പറഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ. മീൻസ് V2/V1 എന്ത് വരും? 1/R വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? T4/T3 ഈസ് ഈക്വൽ ടു റോ ബൈ ആർ റേസ് ടു ഗാമ മൈനസ് 1. അല്ലെങ്കിൽ T4 ഈസ് ഈക്വൽ ടു T3 ഇൻറ്റു റോ ബൈ ആർ റേസ് ടു ഗാമ മൈനസ് 1. T3ക്ക് ഓൾറെഡി നമ്മൾ എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇനി ഇതിനെ സോൾവ് ചെയ്യുന്നു. ഇതിപ്പം A/B ഓൾ റേസ് ടു സി എന്ന് വെച്ചാൽ A റേസ് ടു C ബൈ B റേസ് ടു C ആണ്. ആ ഫോർമാറ്റിൽ റോ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ആർ റേസ് ടു ഗാമ മൈനസ് 1. ഓക്കെ, ആർ റേസ് ടു ഗാമ മൈനസ് 1ഉം ആർ റേസ് ടു ഗാമ മൈനസ് 1ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തായാലും റോ ഇൻറ്റു റോ റേസ് ടു ഗാമ മൈനസ് 1. ഇപ്പം A റേസ് ടു M ഇൻറ്റു A റേസ് ടു N ഫോർമാറ്റിലാണ്. എന്താ? A റേസ് ടു M പ്ലസ് N ആണ്. ഇവിടെ റോ റേസ് ടു 1. ഓക്കെ, ഇത് ആഡ് ചെയ്ത 1 പ്ലസ് ഗാമ മൈനസ് 1. അത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? T4 ഈസ് ഈക്വൽ ടു T1 ഇൻറ്റു റോ റേസ് ടു ഗാമ കിട്ടും. ഈ 1ഉം ഇതിൻ്റെ മുകളിലെ 1ഉം അവിടെ സബ്ട്രാക്ട് ചെയ്ത് പോയി. ഓക്കെ, ഇക്വേഷൻ നമ്പർ 6. ഇതാണ് നമ്മളെ ഇക്വേഷൻ നമ്പർ 3 ഉണ്ടായിരുന്നത്, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. നമ്മൾ എല്ലാ ടെമ്പറേച്ചറിനെയും ഇൻ ടേംസ് ഓഫ് T1 കണ്ടുപിടിച്ചിട്ടുണ്ട്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, 4, 5 and 6 ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇതിൽ നിന്ന് T1 പുറത്തെടുത്തു. ബാക്കി എന്തായാലും റോ റേസ് ടു ഗാമ മൈനസ് 1. താഴെ ആർ റേസ് ടു ഗാമ മൈനസ് 1ൻ്റെ റോ ഉണ്ടാവും, മൈനസ് ആർ റേസ് ടു ഗാമ മൈനസ് 1. രണ്ട് T1 ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി താഴെ നോക്കിയാൽ മനസ്സിലാവും ആർ റേസ് ടു ഗാമ മൈനസ് 1 രണ്ടിലും കോമൺ ആണ്. അത് പുറത്തെടുക്കുന്നത്. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. 1 മൈനസ് 1 ബൈ ആർ റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു റോ റേസ് ടു ഗാമ മൈനസ് 1 റോ റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ ഗാമ ഇൻറ്റു റോ മൈനസ് 1. ഓക്കെ, ഇതാണ് ഡീസൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പ്രോബ്ലം നോക്കാം. ദ കംപ്രഷൻ റേഷ്യോ ഓഫ് എൻ എൻജിൻ വർക്കിംഗ് ഓൺ ഡീസൽ സൈക്കിൾ ഈസ് 16. കട്ട് ഓഫ് ടേക്സ് പ്ലേസ് അറ്റ് 6% ഓഫ് ദി സ്ട്രോക്ക്. ഫൈൻഡ് ദി എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് ദി സൈക്കിൾ. ഡീസൽ സൈക്കിളിൻ്റെ കംപ്രഷൻ റേഷ്യോ വന്നിട്ടുണ്ട്. ഓക്കെ, കംപ്രഷൻ റേഷ്യോ എന്താ? V1/V2 R ഈസ് ഈക്വൽ ടു 16. പിന്നെ കട്ട് ഓഫ് ടേക്സ് പ്ലേസ് അറ്റ് 6% ഓഫ് സ്ട്രോക്ക്. ആ ഒരു കാര്യമാണ് ഇതിൽ ശരി കണ്ടുപിടിക്കുക. സ്ട്രോക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓട്ടോ സൈക്കിളിൻ്റെ പറയുന്ന സമയത്ത് പിസ്റ്റൺ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലോട്ട് പോകുന്നതാണ് ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത്. മീൻസ് ഇപ്പം പിസ്റ്റൺ ഒരെൻഡിൽ നിൽക്കുന്ന പോയിൻ്റാണ് 1 എന്ന് പറയുന്നത്. അത് അടുത്ത എൻഡിലോട്ട് പോകുന്ന സമയത്ത് എന്തായി? ഇതിപ്പോൾ കംപ്രസ് ചെയ്യുന്നു. ഓക്കെ, വർക്കിംഗ് ഫ്ലൂയിഡിനെ കംപ്രസ് ചെയ്തിട്ട് ഈ ടോപ്പിലെത്തി. ഇതാണ് ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു സ്ട്രോക്കാണ്. അതിന് കറസ്പോണ്ടിങ് വോളിയം എന്ന് വെച്ചാൽ ഈ ഒരു വോളിയമാണ്. PV ഡയഗ്രത്തിലായതുകൊണ്ട് ഈ ഒരു വോളിയം, ദാറ്റ് ഈസ് V1 മൈനസ് V2 എന്ന് പറയുന്ന ഈ ഒരു വോളിയം എന്താണ്? സ്ട്രോക്ക് വോളിയമാണ്. ഓക്കെ, ഇതാണ് ഒരു കംപ്ലീറ്റ് സ്ട്രോക്ക്. ഒരു പിസ്റ്റൺ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലോട്ട് പോയി. അല്ല PV കോർഡിനേറ്റ് ആണെങ്കിൽ ഒരു എക്സ്ട്രീമിൽ നിന്ന് അടുത്ത എക്സ്ട്രീമിൽ ഇവിടെ എത്തി. ഓക്കെ, അതാണ് ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത്. നമ്മളെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റ് 3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കട്ട് ഓഫ് സ്ട്രോക്കിൻ്റെ 6%ലാണ് നടക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ വേണ്ടി പറ്റും? കട്ട് ഓഫ് എന്ന് പറയുന്നത് 6% പറഞ്ഞാൽ 0.06, 100നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് 0.06 ഇൻറ്റു VS. സ്ട്രോക്ക് അല്ലെങ്കിൽ സ്വെപ്റ്റ് വോളിയം. സ്ട്രോക്ക് വോളിയാലും സ്വെപ്റ്റ് വോളിയാലും സെയിം തന്നെ. ഓക്കെ, ഈ ഒരു വോളിയമാണ് സ്ട്രോക്ക് വോളിയം അല്ലെങ്കിൽ സ്വെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. അതിൻ്റെ 0.06ലാണ് കട്ട് ഓഫ് എടുക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ ഈ 3 എന്ന് പറഞ്ഞ പോയിന്റിലെ വോളിയം നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ വോളിയം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള വോളിയം V2 ആയി. ഓക്കെ, പ്ലസ് എന്ത് ചെയ്താൽ മതി 0.06 ഇൻറ്റു VS ചെയ്താൽ മതി. ഇവിടുന്ന് ഇവിടെ വരെയുള്ള V2 പ്ലസ് സ്ട്രോക്കിൻ്റെ 6% കട്ട് ഓഫ് എടുക്കുന്നത്, അതായത് 0.06 ഇൻറ്റു സ്ട്രോക്ക് വോളിയം അല്ലെങ്കിൽ സ്വെപ്റ്റ് വോളിയം. ഓക്കെ, അതാണ് എൻ്റെ കൺസെപ്റ്റ്. പിന്നെ ഗാമ, എയറിൻ്റെ ഗാമയുടെ വാല്യൂ 1.4 ആണ് നമുക്കറിയാം. ക്വസ്റ്റിനെ തന്നിട്ടെങ്കിൽ അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഡീസൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇതിൽ കംപ്രഷൻ റേഷ്യോ അറിയാൻ കട്ട് ഓഫ് റേഷ്യോ ആണ് വേണ്ടുന്നത്. ഓക്കെ, കട്ട് ഓഫ് റേഷ്യോയുടെ ഇക്വേഷൻ അറിയാം, V3/V2 ആണ്. അങ്ങനെയാണെങ്കിൽ V3 എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു, V2 പ്ലസ് 0.06 ഇൻറ്റു സ്വെപ്റ്റ് വോളിയം അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം VS ഡിവൈഡ് ബൈ V2. ഓക്കെ, സ്വെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു വോളിയമാണ്. അതങ്ങനെ കിട്ടും, ഇവിടുന്ന് ഇവിടെ വരെ V1, അതിൽ നിന്ന് V2 മൈനസ് ചെയ്താൽ എന്തായി, ഈ ഒരു വോളിയായി. ഓക്കെ, V1 മൈനസ് V2 ആണ് സ്വെപ്റ്റ് വോളിയം അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് V2 പുറത്തെടുക്കുന്നത്, ഈ ഒരു ടേമിൽ നിന്ന് V2 പുറത്തെടുക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം, V1/V2 വേണം, ഇവിടെ 1 ആയി. ഓക്കെ, അതിനുശേഷം ഇവിടെയും V2 ഉണ്ട്, ഇവിടെയും V2 ഉണ്ട്. അതിൽ നിന്ന് V2 പുറത്തെടുത്താൽ ഇവിടെ ബാക്കി 1 ഉണ്ടാവും. ഇവിടെ 0.06 ഇൻറ്റു V1/V2 മൈനസ് 1 ഡിവൈഡ് ബൈ V2. രണ്ട് V2 ക്യാൻസൽ ചെയ്തു. V1/V2 എന്താണ്, കംപ്രഷൻ റേഷ്യോ 6 ആണ്. V1/V2 എന്ന് പറയുന്ന കംപ്രഷൻ റേഷ്യോ 6 ആണ്. ഇനി ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടി, കട്ട് ഓഫ് റേഷ്യോൻ്റെ വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, ബാക്കി മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സോൾവ് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ആൻ എഞ്ചിൻ വർക്കിംഗ് ഓൺ ഡീസൽ സൈക്കിൾ ഇൻലെറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആർ 1 bar and 17 degrees centigrade respectively. Pressure at the end of adiabatic compression is 35 bar. After constant pressure heat addition, the ratio of expansion is 5. Calculate heat addition, heat rejection, efficiency of cycle. Assume gamma is equal to 1.4, Cp is equal to 1.005 kilojoule per kilogram Kelvin and Cv is equal to 0.718 kilojoule per kilogram Kelvin. ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവും, PV ഡയഗ്രാം വെച്ചിട്ട് എന്തായാലും സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പ്രഷർ ടെമ്പറേച്ചറൊക്കെ തന്നിട്ടുണ്ട്. മീൻസ് PV ഡയഗ്രാം ഇല്ലാണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആദ്യം അതിൻ്റെ ഡീസൽ സൈക്കിളിന് കറസ്പോണ്ടിങ് PV ഡയഗ്രാം വരച്ചു. എന്നിട്ട് വാല്യൂസ് അത് എടുത്തതാണ്. ഇൻലെറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ് പോയിന്റ്, കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുത്തെ പോയിൻ്റാണ് ഇൻലെറ്റ് പറഞ്ഞാൽ നമുക്ക് സ്പെസിഫൈ തരുന്നത്. അവിടുത്തെ ടെമ്പറേച്ചർ എന്താണ്, 17 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, പ്ലസ് 273. ഓക്കെ, ഡിഗ്രി സെൻറ്റിഗ്രേഡ് പ്ലസ് 273 ഈക്വൽ ടു കെൽവിൻ. പിന്നെ പ്രഷർ 1 bar അല്ലെങ്കിൽ 1 × 10⁵ പാസ്കൽ P1. അതിനുശേഷം എന്താ പറയുന്നത്, പ്രഷർ അറ്റ് എൻഡ് ഓഫ് അഡിയബാറ്റിക് കംപ്രഷൻ ഈസ് 35 bar. ഇവിടുന്ന് കംപ്രസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഓക്കെ, അഡിയബാറ്റിക് കംപ്രഷൻ ഇവിടെയാണ് അവസാനിക്കുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് അഡിയബാറ്റിക് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ P2 ഈസ് ഈക്വൽ ടു 35 bar ഈസ് ഈക്വൽ ടു 35 × 10⁵ പാസ്കൽ. അത് ഈസ് ഈക്വൽ ടു P3 ആയിരിക്കും, കാരണം പ്രോസസ് 2-3 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. അതായത് P2 ഈസ് ഈക്വൽ ടു P3 ആയതുകൊണ്ട്. ഓക്കെ, P2 ഈസ് ഈക്വൽ ടു P3 ഈസ് ഈക്വൽ ടു 35 bar. അതിനുശേഷം എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, 3/4 എക്സ്പാൻഷനാണ്. എക്സ്പാൻഷൻ റേഷ്യോ RE തന്നിട്ടുണ്ട്. മീൻസ് V4/V3 RE ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. പിന്നെ ഗാമ CP CV ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ CP തന്നിരിക്കുന്നത് 1.005 കിലോജൂൾ പെർ കിലോഗ്രാം ആണ്. അതിന് ജൂൾ പെർ കിലോഗ്രാം കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണം. കിലോനെ കൺവേർട്ട് ചെയ്യണം ഇൻറ്റു 10⁻³ ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ CV. ആദ്യം ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് അറിയണമെങ്കിൽ ക്വസ്റ്റിനിൽ പറഞ്ഞ 3 കാര്യത്തിൻ്റെ ഇക്വേഷൻ ആദ്യം അറിയണം. ഹീറ്റ് അഡീഷൻ പെർ യൂണിറ്റ് മാസാണ് പറയുന്നത്. എന്താണ്, CP ഇൻറ്റു T3 - T2 ആണ്. അതേപോലെ ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്നത് CV ഇൻറ്റു T4 - T1. ഡെറിവേഷനിൽ കണ്ട ഇക്വേഷനാണ്. എഫിഷ്യൻസി എന്താ, ഹീറ്റ് ഇൻപുട്ടും ഹീറ്റ് ഔട്ട്പുട്ടും കിട്ടിയെങ്കിൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ 1 - Q_out/Qin ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം നമുക്ക് എന്താണ്, CP CV അറിയാം, T1 അറിയില്ലൂ. ബാക്കി 3 പോയിന്റിലെ ടെമ്പറേച്ചറുമാണ് കണ്ടുപിടിക്കേണ്ടത്. 3 സ്റ്റേറ്റ് എൻഡ് പോയിന്റിലെ ടെമ്പറേച്ചർ. അതിനെന്ത് വേണം, ഓരോരോ പ്രോസസ്സായിട്ട് എടുത്തിട്ട് അനലൈസ് ചെയ്യേണ്ടി വരും. നോക്കാം. ആദ്യം ഇവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കുക.
നമുക്ക് 1ലെ പ്രഷർ അറിയാം, 2ലെ പ്രഷർ അറിയാം, 3ലെ അറിയാം, 4ലെ പ്രഷറും കൂടെ അറിയണം. എന്നാൽ ബാക്കി ഓരോന്നായിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. ആദ്യം പ്രോസസ് 3-4 കൺസിഡർ ചെയ്യുന്നു. പ്രോസസ് 3-4 എന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. അത് ഞാൻ അഡിയാബാറ്റിക് റിലേഷൻ എഴുതിയിട്ടുണ്ട്. P3V3 is equal to P4V4 P4 അറിയില്ല, അതിന് വേണ്ടി ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എക്സ്പാൻഷൻ റേഷ്യോ തന്നിട്ടുണ്ടായിരുന്നു. അത് V4/V3 ആണ്. നമുക്കിവിടെ V3/V4 ആണ്, 1/RE അതുകൊണ്ട്. ഓക്കെ, വാല്യൂ തന്നിട്ടുണ്ട്. എക്സ്പാൻഷൻ റേഷ്യോ 5 ആണ്. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? P4ലെ വാല്യൂ കിട്ടും. ഇനി ഓരോ ടെമ്പറേച്ചറായിട്ട് കണ്ടുപിടിക്കുക. ആദ്യം പ്രോസസ് 1-2 കൺസിഡർ ചെയ്യുന്നത് ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. അതുകൊണ്ട് അഡിയാബാറ്റിക് റിലേഷൻ P/T⁻⁴ - 1 is equal to കോൺസ്റ്റൻറ്റ്. അത് ഞാൻ പ്രോസസ് 1-2 അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ടെമ്പറേച്ചർ T2 ആണ് അൺനോൺ. ബാക്കി നമുക്ക് എല്ലാ വാല്യൂസും അറിയാം. ഈ ഇക്വേഷൻ ഒരു അൺനോൺ ആണ്. T2 ആണ് അൺനോൺ. T1 അറിയാം, P1 അറിയാം, P2 അറിയാം. അതായത് മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യേ വേണ്ടു. ഓക്കെ, സോൾവ് ചെയ്ത് നോക്കുക. ഇനി പ്രോസസ് 4-1 കൺസിഡർ ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ് 4-1 എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ റിലേഷൻ എന്താണ്? കോൺസ്റ്റൻറ്റ് വോളിയത്തിൻ്റെ ഏതാണ്? P/T is equal to കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇതിലും അൺനോൺ ആര് മാത്രമേ ഉള്ളൂ? T4 ആണ് അൺനോൺ. സോൾവ് ചെയ്ത് നോക്കുക. ഇനി ഐസെൻട്രോപ്പിക് പ്രോസസ് 3-4 കൺസിഡർ ചെയ്യുന്നത് അതിന് പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻ എന്ന്. ഐസെൻട്രോപ്പിക് ആയതുകൊണ്ട് ഇൻ ടേംസ് ഓഫ് ഗാമ ആയിരിക്കും റിലേഷൻ വരുന്നുണ്ടാവുക. ഓക്കെ, ഇതിലാകെ അൺനോൺ ആരാണ്? T3 മാത്രമേ അൺനോൺ ഇല്ലൂ. ബാക്കി എല്ലാ ടെമ്പറേച്ചറും കിട്ടിയാണ് T3യുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ഹീറ്റ് അഡീഷൻ പെർ കിലോഗ്രാം ഓഫ് എയർ ഇക്വേഷൻ അറിയാം. Qin is equal to Cp into T3 - T2 ആണ്. എല്ലാ ടെമ്പറേച്ചേഴ്സും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ ജൂൾ പെർ കിലോഗ്രാം കെൽവിനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. Qin is equal to സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? 1.235 × 10⁻⁶ ജൂൾ പെർ കിലോഗ്രാം. മീൻസ് ഹീറ്റ് അഡീഷൻ പെർ കിലോഗ്രാം ഓഫ് എയർ ആയതുകൊണ്ട് നമ്മളെ യൂണിറ്റ് എന്തായിരിക്കും? ജൂൾ പെർ കിലോഗ്രാം. ഇവിടെ മാസ് കൺസിഡർ ചെയ്യാത്തതുകൊണ്ടാണ് യൂണിറ്റ് ഇങ്ങനെ വരുന്നത്. ഇനി ഹീറ്റ് റിജക്ഷൻ ആണെങ്കിൽ QOT is equal to Cv into T4 - T1. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ CV ആണ് ശ്രദ്ധിക്കണം. അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് കിട്ടും? QOT is equal to 0.5574 × 10⁻⁶ ജൂൾ പെർ കിലോഗ്രാം കിട്ടി. ഇനി എഫിഷ്യൻസി 1 - QOut/Qin. ഓക്കെ, ഡയറക്റ്റ് എല്ലാ വാല്യൂസും വരെ സോൾവ് ചെയ്ത് നോക്കുക. ഇപ്പം ഡീസൽ സൈക്കിളിൽ K2 ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതുവരെ ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഒരു എക്സാമാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത് ഡീസൽ സൈക്കിളിൻ്റെ. ഡ്രോ ദി PV ഡയഗ്രാം ഓഫ് എ ഡീസൽ സൈക്കിൾ ആൻഡ് ഡിഫൈൻ ദ ടേംസ് കംപ്രഷൻ റേഷ്യോ, എക്സ്പാൻഷൻ റേഷ്യോ, കട്ട് ഓഫ് റേഷ്യോ റിലേറ്റഡ് ടു ഡീസൽ സൈക്കിൾ. 4 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു December 2019 ചോദിച്ചത്. ഈ ക്വസ്റ്റൻ നിങ്ങൾക്ക് ഇപ്പം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡീസൽ സൈക്കിളിൻ്റെ PV ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ടേംസ് കംപ്രഷൻ റേഷ്യോ എന്താണ്, അതേപോലെ എക്സ്പാൻഷൻ റേഷ്യോ എന്താണ്, കട്ട് ഓഫ് റേഷ്യോ എന്താണ് ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. വേറൊരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് an engine working on diesel cycle has diameter 150 mm and stroke 200 mm. The clearance volume is 10% of swept volume. Determine compression ratio and air standard efficiency of the engine if the cutoff takes place at 6% of the stroke. 10 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു December 2019. ഓക്കെ, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് PV ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഗിവൺ ഡാറ്റാസ് ഡയമീറ്റർ, എൻജിൻ്റെ ഇന്നർ ഡയമീറ്റർ നമ്മൾ ബോർ എന്ന് പറയും. D is equal to 150 mm അല്ലെങ്കിൽ 0.15 മീറ്റർ ഡിവൈഡ് ബൈ 1000 ചെയ്താൽ മീറ്ററിലോട്ട് പോകും. അതുപോലെ സ്ട്രോക്കിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എല്ലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത് 10% ഓഫ് ദി സ്വെപ്റ്റ് വോളിയമാണ്. എല്ലാം ക്ലിയറൻസ് വോളിയം is equal to 0.1 × VS. ഇതിൽ നമ്മൾ ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു V2 എന്ന് പറഞ്ഞ വോളിയമാണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അത് സ്ട്രോക്ക് വോളിയത്തിൻ്റെ 10% ആണ്. അതുപോലെ കട്ട് ഓഫ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ 0.06 × സ്ട്രോക്കിലാണ് കട്ട് ഓഫ് നടക്കുന്നത്. ആദ്യം കംപ്രഷൻ റേഷ്യോ കണ്ടുപിടിക്കണം. കംപ്രഷൻ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ സ്വെപ്റ്റ് വോളിയം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സ്വെപ്റ്റ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. π/4 × d² × L ആണ് സ്വെപ്റ്റ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഡയമീറ്ററിൻ്റെ വാല്യൂം സ്ട്രോക്കിൻ്റെ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്വെപ്റ്റ് വോളിയം കിട്ടി.
ഇനി ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത് 10% ഓഫ് സ്ട്രോക്കാണ് തന്നിട്ടുണ്ട്. അതായത് 0.1 ഇൻറ്റു വി എസ്. ക്ലിയറൻസ് വോളിയം വി സി അല്ലെങ്കിൽ ഈ ഫിഗറിൽ എന്താണ് V2 ആണ് ക്ലിയറൻസ് വോളിയം. ഓക്കെ, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇനി കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് V/VC, ടോട്ടൽ സിലിണ്ടർ വോളിയം ബൈ ക്ലിയറൻസ് വോളിയമാണ്. ആദ്യം ടോട്ടൽ സിലിണ്ടർ വോളിയം കണ്ടുപിടിക്കണം. VC ഈക്വൽ ടു ടോട്ടൽ സിലിണ്ടർ വോളിയം എന്ന് വെച്ചാൽ എന്താണ് VC പ്ലസ് VS ആണ്. ഓക്കെ, ക്ലിയറൻസ് വോളിയം പ്ലസ് സ്വെപ്റ്റ് വോളിയം. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം കംപ്രഷൻ റേഷ്യോ R ഈസ് ഈക്വൽ ടു V/VC. അത്രയായിട്ടൊന്ന് സോൾവ് ചെയ്താൽ എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കംപ്രഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു 11 എന്ന് കിട്ടും. ഓക്കെ, ഇനി കട്ട് ഓഫ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എഫിഷ്യൻസി ഇക്വേഷനിൽ നമുക്ക് എന്ത് വേണം? കംപ്രഷൻ റേഷ്യോയും വേണം, കട്ട് ഓഫ് റേഷ്യോയും വേണം. കട്ട് ഓഫ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റോ ഈസ് ഈക്വൽ ടു V3/V2 ആണ് കട്ട് ഓഫ് റേഷ്യോ. ഓക്കെ, ഇതിൽ നമുക്ക് V3 എങ്ങനെ കണ്ടുപിടിക്കുക? ഓൾറെഡി പറഞ്ഞാണ് V2 പ്ലസ് ഈ ഒരു വോളിയമാണ് V3 എന്ന് പറയുന്നത്. ഈ ഒരു വോളിയം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സ്ട്രോക്കിൻ്റെ 6% ആണ് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ V3 ഈസ് ഈക്വൽ ടു V2 പ്ലസ് 0.06 ഇൻറ്റു VS. ഓക്കെ, ഇതാണ് സ്ട്രോക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എല്ലാ വാല്യൂസ് വരെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റോൻ്റെ വാല്യൂ എന്താ കിട്ടുന്നത്? 1.6 എന്ന് കിട്ടും. അതുകൊണ്ട് ഈറ്റ ഡി സി എൽ ഈസ് ഈക്വൽ ടു 1 - 1 ബൈ R റേസ് ടു ഗാമ -1 ഇൻറ്റു റോ റേസ് ടു ഗാമ -1 ബൈ ഗാമ ഇൻറ്റു റോ -1. എല്ലാ വാല്യൂസും ഡയറക്റ്റ്ലി കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ ഈസ് ഈക്വൽ ടു 57.52% എന്ന് കിട്ടും.